കാരണം ഇത് ഞങ്ങൾ മാസം ഒരു ദിവസം വാടക കൂടി 20,000 രൂപയ്ക്കാണ്. അപ്പൊ ഒരു മാസം 6 ലക്ഷം രൂപയുള്ള റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിപ്പോൾ കണ്ടിട്ടുണ്ടോ 13 പാർട്ട്നേഴ്സുള്ള കോട്ടേജിന് ഉദ്ഘാടനം അനുസരിച്ച് നിർവഹിച്ചത്. അപ്പോൾ ആ 13 പേരെ ജീവിതത്തിൽ നാളെ അവരുടെ ലൈഫിൽ റിട്ടയർമെന്റ് ലൈഫ് എന്നൊക്കെ ഒരു എൻജോയ് ചെയ്ത് ജീവിക്കാനുള്ള ഒരു വെൽത്ത് കൂടി അതോടൊപ്പം അത് കഴിയുമ്പോൾ അവരുടെ മക്കൾക്ക് ലെഗസി മറ്റുള്ള പാരമ്പര്യമായിട്ട് കൈമാറാൻ പറ്റുന്നുള്ളൂ. അപ്പൊ എന്താ ഹെൽത്തായി വെൽത്തായി ലെഗസിയായി ഇത് മൂന്നും ഒരുമിച്ചാണ്. ഞാൻ റിസോർട്ടുകളിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു ഫോറസ്റ്റ് കേവ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഞാൻ ഫസ്റ്റ് ടൈം വരുന്നത്. ചന്ദനക്കാട്ടിൽ താമസിച്ചില്ലല്ലോ? ഇല്ലില്ല, ചന്ദനക്കാട്ടിലൊന്നും താമസിച്ചില്ല. 3-4 വർഷം കഴിഞ്ഞ ഇപ്പൊ നമ്മൾ കാണുമ്പോൾ ഒരു പ്ലെയിൻ ലാൻഡ് ആയിട്ടില്ലേ? അതെ അതെ. ഒരു 3 to 4 years ശരിക്കും പറഞ്ഞത് കാടായിട്ടാണ്. ഒരു കാടിന്റെ അകത്തേക്ക് വരുന്നു. ചന്ദന അപ്പൊ ഫാസ്റ്റ് ആയിട്ട് വളരുന്നതാണ്. ഞങ്ങൾക്ക് ഒരുപാട് പ്ലോട്ടുകൾ വേറെ ഉണ്ട് ഇവിടെ, ചന്ദനം മാത്രമേ ഉള്ളൂ, കോട്ടേജ് ഇല്ലാതെ. അതൊക്കെ വലുതായി 8 അടി 10 അടി ഹൈറ്റിലൊക്കെ ഉള്ളതാണ്. ചന്ദ്രത്തിന്റെ കാട്ടിൽ ഒരു ഗുഹയിൽ ഒന്ന് താമസിക്കാം. ഗുഹ എന്ന് പറയുമ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ ഒരു ഗുഹയാണെങ്കിലും അകത്തേക്ക് കയറിയാൽ സ്വിമ്മിംഗ് പൂളും വാട്ടർഫോൾസും ഒരു അത്യാവശ്യം 3 സ്റ്റാർ ഫെസിലിറ്റിയിൽ കൂടുതലുള്ള എല്ലാ ഫെസിലിറ്റി കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലിക്ക് താമസിക്കാവുന്ന രീതിയിൽ ഇപ്പോൾ ഒരു മാസ്റ്റർ ബെഡ്റൂം ഇതാണ്. കുട്ടികൾക്കുള്ള ബെഡ് സ്പേസ് കൂടെ ഉണ്ട്. ബേ വിൻഡോ എന്നുള്ള പേരിൽ ബേ വിൻഡോ ഉണ്ട്. പിന്നെ ബാക്കി അത്യാവശ്യം വേണ്ടതായിട്ടുള്ള ഒരു ചെറിയ കിച്ചണോ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട്.